ലോകം മുഴുവൻ ശ്രദ്ധ നേടിയ ലെബനനിലെ പേജർ പൊട്ടിത്തെറിയിൽ ഇസ്രായേലിന്റെ ഇലക്ട്രോണിക് ആക്രമണ രീതികൾ ചർച്ചയാവുകയാണ്. ഇസ്രായേലിലെ ഒരു സൈനിക യൂണിറ്റ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലും നിറയുന്നുണ്ട്. യൂണിറ്റ് 8200. ലോകത്തിലെ തന്നെ ഏറ്റവും ആക്രമണോത്സുകതയുള്ള ഹൈടെക് ചാരസംഘടനയാണ് യൂണിറ്റ് 8200. ഇസ്രായേൽ സൈന്യത്തിലെ ഏറ്റവും അംഗസംഖ്യയുള്ള ഒറ്റ സൈനിക യൂണിറ്റ് ഇത്. 10,000-കണക്കിന് പേരാണ് ഇതിലുള്ളത്. 18 മുതൽ 25 വരെ വയസ്സുള്ളവരാണ് ഇതിൽ സിംഹഭാഗവും. പേജർ പൊട്ടിത്തെറി സംഭവത്തിൽ ഈ യൂണിറ്റിന് നിർണായകമായ പങ്കുണ്ടെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. ഒരു സൈനിക വിഭാഗം പ്രവർത്തിക്കുന്നത് പോലെയല്ല, മറിച്ച് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ രീതിയിലാണ് യൂണിറ്റ് 8200 പ്രവർത്തിക്കുന്നത്. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലും കോഡിങ്ങിലും സമർത്ഥരായ വിദ്യാർത്ഥികളെ സ്കൂൾ തലത്തിൽ തന്നെ സ്കൗട്ടിംഗ് വഴി കണ്ടെത്തും. തിരഞ്ഞെടുത്തവർക്ക് സൈബർ യുദ്ധമുറകളിലും ഹാക്കിങ്ങിലും പരിശീലനം നൽകിയ ശേഷമാണ് യൂണിറ്റ് 8200-ൽ അംഗത്വം നൽകുന്നത്. താമസമില്ലാതെ പെട്ടെന്ന് തീരുമാനങ്ങളെടുക്കാൻ കഴിവുള്ള ഏത് സിസ്റ്റവും ഹാക്ക് ചെയ്യാൻ ശേഷിയുള്ള സൈനികരായി ഇവർ മാറും. ചെറുപ്പത്തിലെ കൃത്യമായി പരിശീലിപ്പിക്കുന്നതിനാൽ യൂണിറ്റ് 8200-ൽ നിന്ന് പുറത്തിറങ്ങുന്നവർക്ക് വലിയ വിലയാണ് സൈബർ കമ്പനികൾ നൽകുന്നത്. ഇവരിൽ പലരും സ്വന്തമായ സ്റ്റാർട്ടപ്പുകളും തുടങ്ങാറുണ്ട്. ഇത്തരമൊരു സംരംഭമായിരുന്നു NSO ഗ്രൂപ്പും. ഇവരാണ് കുപ്രസിദ്ധമായ പെഗസസ് സോഫ്റ്റ്വെയർ നിർമ്മിച്ചത്. ഇസ്രായേലി ഇന്റലിജൻസ് വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടാണ് യൂണിറ്റ് 8200 പ്രവർത്തിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യൂണിറ്റിന്റെ ഉപഭോക്താക്കൾ ഇസ്രായേലി ഇന്റലിജൻസ് ഓഫീസർമാരാണ്. അനലിറ്റിക്സ്, ഡേറ്റ മൈനിങ്, ഇന്റലിജൻസ് മാനേജ്മെന്റ് തുടങ്ങിയ പ്രക്രിയകളെല്ലാം സ്വയം ചെയ്യാനുള്ള ശേഷി യൂണിറ്റിനുണ്ട്. പുറത്തുനിന്നുള്ള ഒറ്റ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഇവർ സ്വീകരിക്കാറില്ലെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. യൂണിറ്റ് 8200-ന്റെ രഹസ്യാത്മകത ഈ വിധം നിലനിർത്താൻ ഇവർക്ക് കഴിയുന്നു. 1952-ലാണ് ഈ യൂണിറ്റ് സ്ഥാപിക്കപ്പെടുന്നത്. ഇസ്രായേലിലെ ജാഫയിലായിരുന്നു ആദ്യ ഓഫീസ്. പിന്നീട് ഇത് ജിലോഡ് ജംഗ്ഷനിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഇവർക്ക് കീഴിൽ യൂണിറ്റ് ഹൽസാവ് എന്ന പേരിൽ മറ്റൊരു യൂണിറ്റ് ഉണ്ട്. സമൂഹ മാധ്യമങ്ങൾ പോലെയുള്ള പൊതു സൈബർ ഇടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ ഇന്റലിജൻസിനായി എങ്ങനെ ഉപയോഗിക്കാമെന്നതാണ് ഇവരുടെ ലക്ഷ്യം. സിഗ്നലുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി നെജേബ് മരുഭൂമിയിൽ വലിയ ഒരു സ്റ്റേഷനും ഇവർക്കുണ്ടെന്ന് കരുതുന്നു. ഇതുവഴി വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ ചോർത്തുന്നത് തൊട്ട് കപ്പലുകൾ ട്രാക്ക് ചെയ്യുന്നതിനുൾപ്പെടെയുള്ള ശേഷി ഇവർ കൈവരിച്ചിട്ടുണ്ട്. സിറിയയിൽ 2007-ൽ അൽക്കിബർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആണവ റിയാക്ടർ ഓപ്പറേഷൻ ഓർച്ചാഡ് എന്ന പേരിൽ നടത്തിയ ദൗത്യത്തിൽ ഇസ്രായേലി പ്രതിരോധ സേനകൾ ആക്രമിച്ചിരുന്നു. സംഭവം നടക്കുമ്പോൾ സിറിയൻ എയർ ഡിഫൻസിന് പ്രവർത്തിക്കാതിരിക്കാൻ കമ്പ്യൂട്ടർ സംവിധാനങ്ങളിൽ ഹാക്കിംഗ് നടത്തിയത് യൂണിറ്റ് 8200 ആയിരുന്നു.